20-ാം നൂറ്റാണ്ടിന്റെ യൂറോപ്യൻ ചരിത്രത്തെ ചോരയിലും ഭയത്തിലും മുക്കിയെഴുതിയ ഏകാധിപതികളിലൊരാളായ ബെനിറ്റോ അമിൽക്കയർ ആൻഡ്രിയ മുസോളിനിയുടെ കഥ തുടങ്ങുന്നത് ഇറ്റലിയുടെ വടക്ക് എമിലിയ-റൊമാഞ്ഞ എന്ന പ്രവിശ്യയിലെ ഒരു സാധാരണ ഗ്രാമമായ പ്രതാപ്പിയോയിൽ നിന്നാണ്. കഥയിലേക്ക് പോകുന്നതിനു മുൻപേ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഞങ്ങൾ ഈ ഓരോ വീഡിയോകൾക്ക് പിന്നിലും നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങളിൽ പലർക്കും ഇത് ഉപകാരമാകുന്നു എന്നും അറിഞ്ഞതിൽ സന്തോഷം. എങ്കിലും ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് ഞങ്ങളെ കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യാനായി പ്രോത്സാഹിപ്പിക്കുന്നത്. ഒന്നോർത്തോണം, ഈ കഥ കേൾക്കാനായാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ സ്ക്രീനിലെ ചിത്രങ്ങൾ തമ്മിൽ പൊരുത്തക്കുറവുണ്ടാവാം. ഇനി എല്ലാവരും റിലീസായി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് കഥയിലേക്ക് വരാം. 1883 ജൂലൈ 29-ന് ഒരു വേനൽക്കാല ദിനത്തിലാണ് അവൻ ജനിച്ചത്. അവന്റെ ജനനം ആ ഗ്രാമത്തിനോ അവന്റെ മാതാപിതാക്കൾക്കോ ഒരു വലിയ സംഭവമായിരുന്നില്ല. എന്നാൽ ആ ശിശുവിന്റെ ജനനത്തോടെ ഇറ്റലിയുടെയും ലോകത്തിന്റെയും ഭാവിയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കൊടുങ്കാറ്റിന്റെ ആദ്യത്തെ ഇടിമുഴക്കമാണ് അവിടെ സംഭവിച്ചത്. അവന്റെ പിതാവ് അലസാൻദ്രോ മുസോളിനി ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു. പക്ഷേ സാധാരണ ഒരു തൊഴിലാളിയായിരുന്നില്ല അദ്ദേഹം. തീവ്രമായ സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിച്ചിരുന്ന ഒരു വിപ്ലവകാരിയായിരുന്നു അലസാൻദ്രോ. പണിശാലയിലെ ചുറ്റികയുടെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിൽ അദ്ദേഹം കാൾ മാർക്സിനെയും മിഖായേൽ ബകുനിയിനെയും പോലുള്ള വിപ്ലവകാരികളുടെ ആശയങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കുവച്ചു. ഭരണകൂടത്തോടും പള്ളിയോടും ഫ്യൂഡൽ പ്രഭുക്കന്മാരോടും അദ്ദേഹത്തിന് അടങ്ങാത്ത രോഷമായിരുന്നു. ഈ തീപ്പൊരിയാണ് അദ്ദേഹം തന്റെ മൂത്ത മകന് പകർന്നു നൽകിയത്. മകന് അദ്ദേഹം നൽകിയ പേരുകളിൽ പോലും ആ വിപ്ലവവീര്യം പ്രകടമായിരുന്നു. മെക്സിക്കൻ വിപ്ലവകാരിയായ ബെനിറ്റോ ഹുവാരസിന്റെ ഓർമ്മയ്ക്കായി ബെനിറ്റോ എന്നും, ഇറ്റാലിയൻ സോഷ്യലിസ്റ്റുകളായ ആൻഡ്രിയ കോസ്റ്റ, അമിൽക്കെയർ സിപ്രിയാനി എന്നിവരുടെ ബഹുമാനാർത്ഥം ആൻഡ്രിയ, അമിൽക്കെയർ എന്നിങ്ങനെ പേരുകൾ നൽകി. ഒരു പിതാവിന് മകനോട് പറയാവുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രഖ്യാപനമായിരുന്നു ആ പേരിടൽ. അമ്മ റോസ മാൾട്ടോണി നേരെ വിപരീത സ്വഭാവക്കാരിയായിരുന്നു. ഒരു സ്കൂൾ അധ്യാപികയായ അവർ തികഞ്ഞ കത്തോലിക്കാ വിശ്വാസിയായിരുന്നു. ഗ്രാമത്തിലെ എല്ലാവർക്കും ബഹുമാനമുള്ള ശാന്തശീലയായ ഒരു സ്ത്രീ. ഭർത്താവിന്റെ വിപ്ലവ ആശയങ്ങളോട് അവർക്ക് യോജിപ്പില്ലായിരുന്നു. മകനെ പള്ളിയിൽ കൊണ്ടുപോയി ജ്ഞാനസ്നാനം ചെയ്യിക്കാനും ഒരു നല്ല ക്രിസ്ത്യാനിയായി വളർത്താനും അവർ ആഗ്രഹിച്ചു. ഇങ്ങനെ തീയും വെള്ളവും പോലെ വ്യത്യസ്തരായ രണ്ട് ധ്രുവങ്ങൾക്കിടയിലാണ് കുഞ്ഞു ബെനിറ്റോ വളർന്നത്. അച്ഛന്റെ പണിശാലയിൽ നിന്ന് സോഷ്യലിസ്റ്റ് മുദ്രാവാക്യങ്ങൾ കേട്ടപ്പോൾ അമ്മയുടെ ക്ലാസ് മുറിയിൽ നിന്ന് അവൻ പ്രാർത്ഥനകൾ പഠിച്ചു. ഈ വൈരുദ്ധ്യം അവന്റെ വ്യക്തിത്വത്തെ ചെറുപ്പത്തിലേ രൂപപ്പെടുത്തി. അവൻ അക്രമാസക്തനും അനുസരണയില്ലാത്തവനുമായിരുന്നു. സ്കൂളിൽ മറ്റു കുട്ടികളുമായി നിരന്തരം കലഹിച്ചു. ഒരിക്കൽ ഒരു സഹപാഠിയെ പേനക്കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചതിന് അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അവന്റെ കണ്ണുകളിൽ എപ്പോഴും ഒരു തരം അടങ്ങാത്ത ഊർജവും രോഷവും നിറഞ്ഞിരുന്നു. പഠനത്തിൽ അവൻ മോശമായിരുന്നില്ല, പക്ഷെ അവന്റെ ശ്രദ്ധ എപ്പോഴും അധികാരത്തിലും അംഗീകാരത്തിലുമായിരുന്നു. ചരിത്രത്തിലെ മഹാരഥന്മാരായ ജൂലിയസ് സീസറെയും നെപ്പോളിയനെയും പോലുള്ളവരെക്കുറിച്ച് വായിക്കുമ്പോൾ അവൻ സ്വയം അവരിലൊരാളായി സങ്കൽപ്പിച്ചു. ഒരു സാധാരണക്കാരനായി ഒതുങ്ങിക്കഴിയാൻ തനിക്ക് കഴിയില്ലെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. അച്ഛന്റെ സോഷ്യലിസ്റ്റ് പുസ്തകങ്ങൾ അവൻ ആവേശത്തോടെ വായിച്ചു. ഫ്രെഡറിക് നീച്ചയുടെ തത്വചിന്തകൾ അവനെ ആഴത്തിൽ സ്വാധീനിച്ചു. ദൈവം മരിച്ചുവെന്നും അതിമാനുഷ്യൻ എന്ന സങ്കല്പത്തെക്കുറിച്ചുമുള്ള നീച്ചയുടെ ആശയങ്ങൾ നിലവിലുള്ള നിയമങ്ങളെയും ധാർമ്മിക വ്യവസ്ഥകളെയും ചോദ്യം ചെയ്യാൻ അവന് ധൈര്യം നൽകി. അധികാരമാണ് പരമമായ സത്യമെന്നും ശക്തൻ ദുർബലനെ ഭരിക്കണമെന്നുമുള്ള ചിന്ത അവന്റെ മനസ്സിൽ വേരുറച്ചു. വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഒരു സ്കൂൾ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചെങ്കിലും ആ ചട്ടക്കൂടിനുള്ളിലൊതുങ്ങാൻ അവന്റെ വിപ്ലവ മനസ്സ് അനുവദിച്ചില്ല. 1902-ൽ നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് രക്ഷപ്പെടാനായി അവൻ സ്വിറ്റ്സർലൻഡിലേക്ക് പലായനം ചെയ്തു. അതൊരു ഒളിച്ചോട്ടം മാത്രമല്ല, ഒരു പുതിയ ലോകത്തേക്കുള്ള വാതിൽ തുറക്കൽ കൂടിയായിരുന്നു. അവിടെ അവൻ കടുത്ത ദാരിദ്ര്യത്തിലാണ് ജീവിച്ചത്. ദിവസങ്ങളോളം പട്ടിണി കിടന്നു. തെരുവോരങ്ങളിലും പാലങ്ങൾക്കടിയിലും അന്തിയുറങ്ങി. ഈ കഷ്ടപ്പാടുകൾ അവനെ കൂടുതൽ കഠിനഹൃദയനും ഓസ്ലോ മൈൻഡഡുമാക്കി. പക്ഷേ സ്വിറ്റ്സർലൻഡിലെ ജീവിതം അവനൊരു രാഷ്ട്രീയ സർവകലാശാല കൂടിയായി മാറി.
അവിടെ വെച്ച് യൂറോപ്പിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സോഷ്യലിസ്റ്റ്, അനാർക്കിസ്റ്റ്, മാർക്സിസ്റ്റ് വിപ്ലവകാരികളുമായി അവൻ ബന്ധപ്പെട്ടു. തൊഴിലാളി യൂണിയൻ യോഗങ്ങളിൽ അവൻ തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തി. അവന്റെ വാക്കുകൾക്ക് സാധാരണക്കാരായ തൊഴിലാളികളെ ആവേശം കൊള്ളിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അവന്റെ ശബ്ദത്തിലെ ഗാംഭീര്യവും കണ്ണുകളിലെ തീക്ഷ്ണതയും ആംഗ്യങ്ങളിലെ നാടകീയതയും ജനങ്ങളെ ആകർഷിച്ചു. അക്കാലത്ത് അവനൊരു തികഞ്ഞ മാർക്സിസ്റ്റായിരുന്നു. മുതലാളിത്തത്തെയും ഭരണകൂടത്തെയും മതത്തെയും അവൻ ഒരുപോലെ വെറുത്തു. ദൈവമില്ല, ഉണ്ടെങ്കിൽ ഞാൻ അവനെ വെല്ലുവിളിക്കുന്നു എന്ന് പരസ്യമായ പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ പള്ളികളെയും പുരോഹിതന്മാരെയും പരിഹസിച്ചു. അവന്റെ തീവ്രമായ പ്രവർത്തനങ്ങൾ സ്വിസ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പലതവണ അവനെ അറസ്റ്റ് ചെയ്യുകയും നാടുകടത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ അവൻ പത്രപ്രവർത്തനത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞു. ജനങ്ങളെ സ്വാധീനിക്കാനും തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഏറ്റവും നല്ല മാർഗം അച്ചടിച്ച വാക്കാണെന്ന് അവൻ മനസ്സിലാക്കി. സോഷ്യലിസ്റ്റ് പത്രങ്ങളിൽ അവൻ ലേഖനങ്ങൾ എഴുതി. അവന്റെ എഴുത്തിന് പ്രസംഗത്തിന്റെ അതേ മൂർച്ചയും ശക്തിയുമുണ്ടായിരുന്നു. കുറച്ചുകാലത്തിനു ശേഷം ഇറ്റലിയിൽ തിരിച്ചെത്തിയ മുസോളിനി സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ സജീവമായി. അവന്റെ പ്രസംഗപാടവവും സംഘടനാ മികവും പെട്ടെന്ന് തന്നെ പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. അവനെ പാർട്ടിയുടെ ഔദ്യോഗിക പത്രമായ അവന്തിയുടെ പത്രാധിപതിയായി നിയമിച്ചു. അതൊരു നിർണായകമായ ചുവടുവെപ്പായിരുന്നു. അവന്തിയുടെ തലപ്പത്തിരുന്നുകൊണ്ട് മുസോളിനി തന്റെ വിപ്ലവകരമായ ആശയങ്ങൾ ഇറ്റലിയിലുടനീളം പ്രചരിപ്പിച്ചു. പത്രത്തിന്റെ പ്രചാരം കുതിച്ചുയർന്നു. അവന്റെ വാക്കുകൾക്കായി സോഷ്യലിസ്റ്റ് അനുഭാവികൾ കാത്തിരുന്നു. അവൻ ഇറ്റാലിയൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ യുവത്വത്തിന്റെ പ്രതീകവും പ്രതീക്ഷയുമായി മാറി. അന്ന് അവനൊരു തികഞ്ഞ യുദ്ധവിരുദ്ധിയായിരുന്നു. പതാക എന്നത് പട്ടാളക്കാർ കാലിക്കൂട്ടത്തെ നയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തുണിക്കഷ്ണം മാത്രമാണെന്ന് അവൻ എഴുതി. സാമ്രാജ്യത്തെ യുദ്ധങ്ങൾ തൊഴിലാളി വർഗത്തിന്റെ ചോരയൊഴുക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് അവൻ വാദിച്ചു. ലിബിയയുമായി ഇറ്റലി യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്തതിന്റെ പേരിൽ അവൻ ജയിലിലടക്കപ്പെട്ടു. ജയിൽവാസം അവനൊരു രക്തസാക്ഷിയുടെ പരിവേഷം നൽകി. അവന്റെ വ്യക്തിജീവിതവും അക്കാലത്ത് പ്രക്ഷുബ്ധമായിരുന്നു. റെക്കേല ഗൈഡി എന്ന സാധാരണക്കാരിയായ ഒരു യുവതിയുമായി അവൻ പ്രണയത്തിലായി. റെക്കേലയുടെ അച്ഛൻ ഈ ബന്ധത്തിൽ എതിർപ്പുണ്ടായിരുന്നു. ഒരു ദിവസം മുസോളിനി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് തന്റെ റിവോൾവർ മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ റെക്കേലയെ എനിക്ക് വിവാഹം കഴിച്ചു തരിക, അല്ലെങ്കിൽ ഞാൻ ആദ്യം അവളെ വെടിവെച്ചുകൊല്ലും, പിന്നെ സ്വയം വെടിയുതിർക്കും. ആ ഭീഷണിക്ക് മുന്നിൽ റെക്കേലയുടെ അച്ഛൻ വഴങ്ങി. അധികാരത്തിനും താൻ ആഗ്രഹിച്ചത് നേടിയെടുക്കുന്നതിനും ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത അവന്റെ സ്വഭാവത്തിന്റെ ആദ്യത്തെ ഉദാഹരണങ്ങളിലൊന്നായിരുന്നു അത്. അങ്ങനെ 1914 എത്തുമ്പോൾ ബെനിറ്റോ മുസോളിനി ഇറ്റാലിയൻ സോഷ്യലിസത്തിന്റെ ഏറ്റവും ശക്തനായ വക്താവായി നിലകൊണ്ടു. അവൻ രാജഭരണത്തെ വെറുത്തു, മുതലാളിത്വത്തെ എതിർത്തു, സൈന്യത്തെ പുച്ഛിച്ചു, മതത്തെ തള്ളിപ്പറഞ്ഞു. തൊഴിലാളി വർഗത്തിന്റെ വിപ്ലവത്തിലൂടെ ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കുമെന്ന് അവൻ സ്വപ്നം കണ്ടു. എന്നാൽ ചരിത്രം അവനുവേണ്ടി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. യൂറോപ്പിന്റെ ആകാശത്ത് ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ ആ യുദ്ധത്തിന്റെ കാറ്റിൽ മുസോളിനിയുടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കടലാസു തുണ്ടുകൾ പോലെ പറന്നുപോകുമെന്നും അതേ യുദ്ധത്തിന്റെ തീച്ചൂളയിൽ നിന്ന് തികച്ചും പുതിയൊരു മനുഷ്യനായി, പുതിയൊരു പ്രത്യയശാസ്ത്രവുമായി അവൻ പുനർജനിക്കുമെന്നും ആരും കരുതിയിരുന്നില്ല. തന്റെ പഴയ സഖാക്കളെയും വിശ്വസിച്ച പ്രമാണങ്ങളെയും ഒറ്റിക്കൊടുത്തുകൊണ്ട് ഇറ്റലിയെ ഒരു പുതിയ പാതയിലേക്ക് നയിക്കാൻ പോകുന്ന ആ മനുഷ്യന്റെ രൂപാന്തരം തുടങ്ങാൻ ഇനി അധിക നാളുകൾ വേണ്ടിവരുമായിരുന്നില്ല. അത് ഇറ്റലിയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ചുവടുമാറ്റത്തിന്റെ തുടക്കമായിരുന്നു. 1914 മധ്യത്തിൽ യൂറോപ്പ് ഒരു യുദ്ധത്തിന്റെ വക്കിലായിരുന്നു. ഓസ്ട്രോ ഹംഗേറിയൻ കിരീടാവകാശി ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡിന്റെ കൊലപാതകത്തെ തുടർന്ന് വൻ ശക്തികൾ ചേരിതിരിഞ്ഞ് പരസ്പരം വാളോങ്ങി നിന്നു. ഒരു വശത്ത് ജർമ്മനിയും ഓസ്ട്രിയ ഹംഗറിയും ഉൾപ്പെട്ട കേന്ദ്രശക്തികൾ, മറുവശത്ത് ഫ്രാൻസും ബ്രിട്ടനും റഷ്യയും അടങ്ങുന്ന സഖ്യകക്ഷികൾ. ഇറ്റലി അപ്പോഴും ഒരു തീരുമാനമെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു. ജർമ്മനിയുമായും ഓസ്ട്രിയ ഹംഗറിയുമായും അവർക്ക് സൈനിക സഖ്യമുണ്ടായിരുന്നെങ്കിലും ആ യുദ്ധത്തിൽ ചേരാൻ ഇറ്റാലിയൻ ജനതയ്ക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ചും സോഷ്യലിസ്റ്റ് പാർട്ടി. യുദ്ധം തൊഴിലാളി വർഗത്തിനെതിരാണെന്നും അത് മുതലാളിത്ത രാജ്യങ്ങളുടെ സാമ്രാജ്യത്വ മോഹങ്ങളുടെ ഭരം മാത്രമാണെന്നും അവർ ഉറച്ചു വിശ്വസിച്ചു. ഈ സമയത്ത് അവന്തി പത്രത്തിന്റെ പത്രാധിപരായ ബെനിറ്റോ മുസോളിനി പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിന്റെ ഏറ്റവും ശക്തനായ പ്രചാരകനായിരുന്നു. അദ്ദേഹം തന്റെ പേന പടവാളാക്കി. നിഷ്പക്ഷത, സമ്പൂർണ്ണ നിഷ്പക്ഷത, ന്യൂട്രാലിത്ത അസൊലൂട്ട എന്ന പേരിൽ അദ്ദേഹം എഴുതിയ മുഖപ്രസംഗങ്ങൾ ഇറ്റലിയിലുടനീളം ചർച്ചയായി. യുദ്ധത്തിൽ ചേരുന്നത് ഇറ്റലിയുടെ തൊഴിലാളി വർഗത്തെ കൊന്നൊടുക്കുമെന്നും അത് രാജ്യത്തെ സാമ്പത്തികമായി തകർക്കുമെന്നും അദ്ദേഹം വാദിച്ചു. യുദ്ധത്തിനെതിരെ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാനും
പണിമുടക്കുകൾക്ക് ആഹ്വാനം ചെയ്യാനും അദ്ദേഹം മുന്നിൽ നിന്നു. സോഷ്യലിസ്റ്റ് സഖാക്കൾ അവനെ തങ്ങളുടെ വീരനായകനായി കണ്ടു. അവന്റെ വാക്കുകൾ വേദവാക്യം പോലെ അവർ വിശ്വസിച്ചു. എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുസോളിനിയുടെ നിലപാടുകളിൽ മാറ്റം വന്നു തുടങ്ങി. യൂറോപ്പിലെ യുദ്ധഭൂമിയിൽ നിന്നുള്ള വാർത്തകൾ അവനെ അസ്വസ്ഥനാക്കി. ഈ യുദ്ധം വെറുമൊരു സാമ്രാജ്യത്വ തർക്കം മാത്രമല്ല, അതൊരു പുതിയ ലോകക്രമത്തിന് രൂപം നൽകാൻ പോകുന്ന ചരിത്രപരമായ ഒരു സംഭവമാണെന്ന് അവൻ തിരിച്ചറിയാൻ തുടങ്ങി. നിഷ്പക്ഷത ഭീരുത്വമാണെന്നും ചരിത്രം നിർമ്മിക്കപ്പെടുന്ന ഈ നിർണായക നിമിഷത്തിൽ ഇറ്റലി മാറി നിൽക്കുന്നത് ആത്മഹത്യാപരമാണെന്നും അവന്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കുന്നതുപോലെ തോന്നി. അവൻ ഫ്രഞ്ച് വിപ്ലവ സോഷ്യലിസ്റ്റായ ജോർജ് സോറലിന്റെ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടു. വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് അക്രമം അനിവാര്യമാണെന്ന സോറലിന്റെ സിദ്ധാന്തം അവനെ ആകർഷിച്ചു. ഈ മഹായുദ്ധം ഇറ്റലിയിലെ ജീർണിച്ച രാഷ്ട്രീയ വ്യവസ്ഥയെയും രാജഭരണത്തെയും തൂത്തെറിയാനുള്ള ഒരു അവസരമായിരിക്കുമെന്ന് അവൻ കണക്കുകൂട്ടി. യുദ്ധം കഴിഞ്ഞ് തിരിച്ചുവരുന്ന സൈനികർ ഒരു വിപ്ലവത്തിന് തയ്യാറാകുമെന്നും ആ വിപ്ലവത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ തനിക്ക് കഴിയുമെന്നും അവൻ സ്വപ്നം കണ്ടു. ഈ ചിന്തകൾ അവന്റെ ഉറക്കം കെടുത്തി. അവൻ തന്റെ സോഷ്യലിസ്റ്റ് സുഹൃത്തുക്കളുമായി തർക്കിച്ചു. പാർട്ടി യോഗങ്ങളിൽ തന്റെ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ചു. പക്ഷേ ആരും അവനെ ചെവികൊണ്ടില്ല. അവർ അവനെ ഒറ്റുകാരൻ എന്നാണ് കണ്ടത്. വർഷങ്ങളായി താൻ വിശ്വസിച്ച, താൻ പ്രസംഗിച്ചു നടന്ന ആശയങ്ങളെ തള്ളിപ്പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നിഷ്പക്ഷതയിൽ നിന്ന് സജീവവും പ്രവർത്തനക്ഷമവുമായ നിഷ്പക്ഷതയിലേക്ക് എന്ന പേരിൽ അവൻ ഒരു ലേഖനമെഴുതിയതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. അത് പാർട്ടിക്കുള്ളിലെ ഒരു പൊട്ടിത്തെറിക്ക് കാരണമായി. പാർട്ടി നേതൃത്വം അവനോട് വിശദീകരണം ആവശ്യപ്പെട്ടു. മിലാനിൽ നടന്ന ഒരു കൊടുമ്പിരിക്കൊണ്ട പാർട്ടി മീറ്റിംഗിൽ വെച്ച് മുസോളിനി തന്റെ സഖാക്കളുടെ മുന്നിൽ നിന്നു. അവർ അവനെ കൂക്കി വിളിച്ചു, ഒറ്റുകാരൻ എന്നാക്രോശിച്ചു. ആ നിമിഷം ആ ആൾക്കൂട്ടത്തിന് നടുവിൽ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ മുസോളിനി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമെടുത്തു. അവൻ ആക്രോശിക്കുന്ന ജനക്കൂട്ടത്തിലേക്ക് വിരൽ ചൂണ്ടി ഘനഗംഭീരമായ ശബ്ദത്തിൽ പറഞ്ഞു, നിങ്ങളെന്നെ വെറുക്കുന്നു, കാരണം നിങ്ങൾ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നു. പക്ഷെ ഞാൻ നിങ്ങളെ വിട്ടുപോകുകയാണ്, കാരണം നിങ്ങൾ ഇറ്റലിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്നു. ഞാൻ പോകുന്നത് നിങ്ങളോടുള്ള വെറുപ്പുകൊണ്ടല്ല, മറിച്ച് എന്റെ സോഷ്യലിസത്തോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടാണ്. അത് നാടകീയമായ ഒരു വിടവാങ്ങൽ പ്രസംഗമായിരുന്നു. അതോടെ സോഷ്യലിസ്റ്റ് പാർട്ടി അവനെ പുറത്താക്കി. അവന്തിയുടെ പത്രാധിക സ്ഥാനവും അവന് നഷ്ടപ്പെട്ടു. ഒറ്റ രാത്രികൊണ്ട് അവൻ എല്ലാം നഷ്ടപ്പെട്ടവനായി. പക്ഷേ മുസോളിനി തളർന്നില്ല. അവനൊരു ഫീനിക്സ് പക്ഷിയെപ്പോലെയായിരുന്നു, ഓരോ വീഴ്ചയിൽ നിന്നും കൂടുതൽ ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുന്നവൻ. സോഷ്യലിസ്റ്റ് പാർട്ടി പുറത്താക്കിയെങ്കിലും യുദ്ധത്തെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗം ഇറ്റലിയിലുണ്ടായിരുന്നു. ദേശീയവാദികളും വ്യവസായികളും വിദ്യാർത്ഥികളും ചില വിപ്ലവകാരികളും ആ കൂട്ടത്തിൽപ്പെടും. അവരെ സംഘടിപ്പിക്കാൻ മുസോളിനി തീരുമാനിച്ചു. അതിനൊരു പത്രം ആവശ്യമാണെന്ന് അവനറിയാമായിരുന്നു. പക്ഷെ കയ്യിൽ പണമില്ലായിരുന്നു. ഇവിടെയാണ് ചരിത്രത്തിലെ ചില ദുരൂഹമായ ഏടുകൾ ആരംഭിക്കുന്നത്. പെട്ടെന്നെവിടെ നിന്നോ മുസോളിനിക്ക് പണം ലഭിച്ചു. ഇറ്റലി യുദ്ധത്തിൽ ചേരണമെന്ന് അതിയായി ആഗ്രഹിച്ച ഫ്രഞ്ച് ബ്രിട്ടീഷ് സർക്കാരുകൾ അവരുടെ ചാരന്മാർ വഴി മുസോളിനിക്ക് പണം നൽകിയെന്ന ശക്തമായ വാദങ്ങളുണ്ട്. കൂടാതെ ഇറ്റലിയിലെ ചില വൻകിട വ്യവസായികളും അവനെ സഹായിച്ചു. ആ പണമുപയോഗിച്ച് 1914 നവംബറിൽ മുസോളിനി തന്റെ സ്വന്തം പത്രം ആരംഭിച്ചു, ഇൽ പോപ്പൊളോ ഡി ഇറ്റാലിയ, ഇറ്റലിയിലെ ജനത. ആ പത്രത്തിന്റെ തലക്കെട്ടിന് താഴെ ഇങ്ങനെ എഴുതിയിരുന്നു, ഒരു സോഷ്യലിസ്റ്റ് ദിനപത്രം. പക്ഷേ അതിന്റെ ഉള്ളടക്കം പഴയ സോഷ്യലിസ്റ്റ് ആശയങ്ങളായിരുന്നില്ല. അത് ദേശീയതയിലും യുദ്ധത്തിലുമൂന്നിയ ഒരു പുതിയ തരം സോഷ്യലിസമായിരുന്നു. പഴയ സഖാക്കൾ അവനെ മുതലാളിത്വത്തിന്റെ വേശ്യ എന്ന് വിളിച്ചു. പക്ഷേ അവൻ അതൊന്നും കാര്യമാക്കിയില്ല. തന്റെ പുതിയ പത്രത്തിലൂടെ അവൻ ഇറ്റലിയെ യുദ്ധത്തിലേക്ക് വലിച്ചഴയ്ക്കാൻ ആഹ്വാനം ചെയ്തു. അവന്റെ വാക്കുകൾക്ക് പഴയതിനേക്കാൾ മൂർച്ചയുണ്ടായിരുന്നു. യുദ്ധമൊരു വിപ്ലവമാണ്, നിഷ്പക്ഷത ഭീരുത്വമാണ്, രക്തം കൊണ്ടല്ലാതെ ചരിത്രത്തിന്റെ ചക്രം തിരിയുകയില്ല എന്ന് അവൻ എഴുതി. അവന്റെ ആഹ്വാനം ഇറ്റലിയിലെ യുവത്വത്തെ ആവേശം കൊള്ളിച്ചു. യുദ്ധത്തെ അനുകൂലിക്കുന്ന പ്രകടനങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നു. 1915 മെയ് മാസത്തിൽ ജനകീയ സമ്മർദ്ദത്തിനു വഴങ്ങി ഇറ്റാലിയൻ സർക്കാർ സഖ്യകക്ഷികളുടെ പക്ഷത്ത് ചേർന്ന് ഓസ്ട്രിയ ഹംഗരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. മുസോളിനി തന്റെ ആദ്യത്തെ വിജയം ആഘോഷിച്ചു. എന്നാൽ വെറുതെ എഴുതിയും പ്രസംഗിച്ചുമിരിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. താൻ പറഞ്ഞ വാക്കുകൾക്ക് ആത്മാർത്ഥതയുണ്ടെന്ന് തെളിയിക്കാൻ അവൻ സൈന്യത്തിൽ ചേർന്നു. മുൻനിരയിൽ ഒരു സാധാരണ സൈനികനായി അവൻ യുദ്ധം ചെയ്തു. മഞ്ഞുമൂടിയ ആൽപ്സ് പർവ്വതനിരകളിലെ കിടങ്ങുകളിൽ
ശത്രുവിന്റെ വെടിയുണ്ടമക്കിടയിൽ അവൻ ജീവിച്ചു. ഒരു നല്ല സൈനികനാണെന്ന് അവൻ തെളിയിച്ചു. അവന്റെ ധൈര്യം മേലുദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചുപറ്റി. 1917 ഫെബ്രുവരിയിൽ ഒരു പരിശീലനത്തിനിടെ ഒരു മോർട്ടാർ ഷെൽ പൊട്ടിത്തെറിച്ച് മുസോളിനിക്ക് ഗുരുതരമായി പരിക്കേറ്റു. അവന്റെ ശരീരത്തിൽ 40-ലധികം ചീളുകൾ തറച്ചുകയറി. മാസങ്ങളോളം അവൻ ആശുപത്രിയിൽ കിടന്നു. ആ വേദനയും ഏകാന്തതയും അവനെ മാറ്റിമറിച്ചു. യുദ്ധത്തിന്റെ ഭീകരത അവൻ നേരിട്ടറിഞ്ഞു. പക്ഷേ അതവനെ യുദ്ധവിരുദ്ധനാക്കിയില്ല. മറിച്ച് യുദ്ധം ചെയ്ത സൈനികരോടവനൊരു പ്രത്യേക ബഹുമാനവും ആത്മബന്ധവും തോന്നി. യുദ്ധം കഴിഞ്ഞ് തിരികെ വരുന്ന ഈ സൈനികരായിരിക്കും ഇറ്റലിയുടെ ഭാവിയെന്ന് അവൻ ഉറപ്പിച്ചു. ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം സൈനിക സേവനത്തിന് യോഗ്യനല്ലാത്തതിനാൽ അവൻ വീണ്ടും തന്റെ പത്രത്തിലേക്ക് മടങ്ങി. അപ്പോഴേക്കും യുദ്ധം ഇറ്റലിയെ തകർത്തിരുന്നു. ലക്ഷക്കണക്കിനാളുകൾ മരിച്ചു. രാജ്യം സാമ്പത്തികമായി പാപ്പരായി. ജനങ്ങൾക്കിടയിൽ നിരാശയും ദേഷ്യവും പടർന്നുപിടിച്ചു. 1917 റഷ്യയിൽ നടന്ന ബോൾഷെവിക് വിപ്ലവം ഇറ്റലിയിലെ സോഷ്യലിസ്റ്റുകൾക്ക് പുതിയ പ്രതീക്ഷ നൽകി. ഇറ്റലിയിലും ഒരു തൊഴിലാളിവർഗ വിപ്ലവം നടക്കുമെന്ന് അവർ സ്വപ്നം കണ്ടു. എന്നാൽ മുസോളിനി മറ്റൊരു വഴിയാണ് കണ്ടത്. അവൻ സോഷ്യലിസത്തെയും ദേശീയതയെയും കൂട്ടിക്കലർത്തി ഒരു പുതിയ പ്രത്യയശാസ്ത്രത്തിന് രൂപം നൽകുകയായിരുന്നു. അവൻ പറഞ്ഞു, ഇനി വർഗസമരത്തിന്റെ കാലമല്ല, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സമരത്തിന്റെ കാലമാണ്. ഇറ്റലി ഒരു തൊഴിലാളി രാഷ്ട്രമാണ്, പ്രൊളിറ്റേറിയൻ നേഷൻ. ഫ്രാൻസിനെയും ബ്രിട്ടനെയും പോലുള്ള പണക്കൊഴുപ്പുള്ള രാജ്യങ്ങൾ ഇറ്റലിയെ ചൂഷണം ചെയ്യുകയാണ്. യുദ്ധാനന്തരം തിരിച്ചുവരുന്ന സൈനികരെ സംഘടിപ്പിക്കാനായി 1919 മാർച്ച് 23 മിലാനിലെ പിയാസ സാൻ സെപ്പോൾക്രോ എന്ന സ്ഥലത്ത് അവൻ ഒരു യോഗം വിളിച്ചുകൂട്ടി. 100-ൽ താഴെ ആളുകൾ മാത്രമേ ആ യോഗത്തിൽ പങ്കെടുത്തുള്ളൂ. അവരിൽ മുൻ സൈനികരും ദേശീയവാദികളും പഴയ സോഷ്യലിസ്റ്റുകളും കലാകാരന്മാരും വിദ്യാർത്ഥികളുമുണ്ടായിരുന്നു. ആ യോഗത്തിൽ വെച്ച മുസോളിനി ഒരു പുതിയ പ്രസ്ഥാനത്തിന് രൂപം നൽകി. ഫാഷി ഡി കോമ്പാറ്റിമെന്റോ, പോരാളികളുടെ സംഘം. ഫാഷി എന്ന വാക്ക് പുരാതന റോമൻ അധികാരചിഹ്നമായ ഫാസസ്, കനത്ത മഴുവിനോട് ചേർത്തുകെട്ടിയ ദണ്ടുകൾ എന്നതിൽ നിന്നാണ് വന്നത്. ഐക്യത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകമായിരുന്നു അത്. കറുപ്പുനിറത്തിലുള്ള കുപ്പായം അവർ തങ്ങളുടെ യൂണിഫോമായി തിരഞ്ഞെടുത്തു. അങ്ങനെ ലോകത്തെ വിറപ്പിച്ച ഫാസിസം എന്ന പ്രത്യയശാസ്ത്രം ഔദ്യോഗികമായി പിറവിയെടുത്തു. തുടക്കത്തിൽ അവരുടെ ആശയങ്ങൾ വ്യക്തമായിരുന്നില്ല. സോഷ്യലിസത്തിന്റെയും ദേശീയതയുടെയും ഒരു കലവയായിരുന്നു അത്. അവർ രാജഭരണത്തെയും പള്ളിയെയും എതിർത്തു. സ്ത്രീകൾക്ക് വോട്ടവകാശം വേണമെന്ന് വാദിച്ചു. 8 മണിക്കൂർ ജോലിസമയം ആവശ്യപ്പെട്ടു. എന്നാൽ അവരുടെ പ്രധാന ഊന്നൽ അക്രമത്തിലായിരുന്നു. സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ശാരീരികമായി നേരിടുക എന്നത് അവരുടെ പ്രധാന പരിപാടിയായിരുന്നു. ആദ്യമൊന്നും ആരും ഈ ചെറിയ സംഘത്തെ കാര്യമായി എടുത്തില്ല. എന്നാൽ ഇറ്റലിയുടെ രാഷ്ട്രീയ അന്തരീക്ഷം ദിനംപ്രതി വഷളായിക്കൊണ്ടിരുന്നു. യുദ്ധം ജയിച്ചെങ്കിലും സമാധാന ചർച്ചകളിൽ ഇറ്റലിക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ല. ഇത് ജനങ്ങളിൽ വലിയ നിരാശയുണ്ടാക്കി. രാജ്യം മുഴുവൻ പണിമുടക്കുകളും ഫാക്ടറി പിടിച്ചടക്കലുകളും നടന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവം തൊട്ടടുത്തെത്തിയെന്ന് പലരും ഭയന്നു. ഈ അരാജകത്വത്തിന്റെ സാഹചര്യത്തിലാണ് മുസോളിനിയുടെ ഫാഷിസ്റ്റുകൾക്ക് വളരാൻ അവസരം ലഭിച്ചത്. അവർ സോഷ്യലിസ്റ്റുകളുടെ യോഗങ്ങൾ അലങ്കോലപ്പെടുത്തി. അവരുടെ പത്രമോഫീസുകൾ തീയിട്ടു. നേതാക്കന്മാരെ തെരുവിലിട്ട് മർദ്ദിച്ചു. പോലീസും ഭരണകൂടവും പലപ്പോഴും ഇതിനെതിരെ കണ്ണടച്ചു. കാരണം കമ്മ്യൂണിസ്റ്റ് ഭീഷണിയെ തടയാൻ ഫാഷിസ്റ്റുകൾ ഒരു നല്ല ഉപകരണമാണെന്ന് അവർ കരുതി. അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവകാരിയായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച ബെനിറ്റോ മുസോളിനി അതേ സോഷ്യലിസ്റ്റുകളുടെ അന്തകനായി മാറുന്ന വിരോധാഭാസത്തിനാണ് ഇറ്റലി സാക്ഷ്യം വഹിച്ചത്. ഒന്നാം ലോക മഹായുദ്ധമെന്ന ചരിത്രത്തിന്റെ ഭൂകമ്പം പഴയ മുസോളിനിയെ തകർത്തെറിഞ്ഞ് ഒരു പുതിയ ഏകാധിപതിക്ക് ജന്മം നൽകുകയായിരുന്നു. ദി ഡ്യൂച്ചെ എന്ന് സ്വയം വിശേഷിപ്പിക്കാൻ പോകുന്ന ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ ഇറ്റലി വിജയിച്ചവരുടെ പക്ഷത്തായിരുന്നു. എന്നാൽ അവരുടെ ഹൃദയത്തിൽ പരാജിതന്റെ വേദനയായിരുന്നു. യുദ്ധത്തിൽ 6 ലക്ഷത്തിലധികം ഇറ്റാലിയൻ സൈനികർ കൊല്ലപ്പെട്ടു. രാജ്യം ഭീമമായ കടക്കെണിയിലായി. യുദ്ധം ജയിച്ചാൽ ലഭിക്കുമെന്ന് സഖ്യകക്ഷികൾ വാഗ്ദാനം ചെയ്തിരുന്ന പല പ്രദേശങ്ങളും വേഴ്സായ് ഉടമ്പടിയിൽ അവർക്ക് നിഷേധിക്കപ്പെട്ടു. ഇത് ഇറ്റാലിയൻ ജനതയ്ക്കിടയിൽ കടുത്ത അമർഷത്തിന് കാരണമായി. തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന തോന്നൽ വ്യാപകമായി. പ്രശസ്തനായ കവി ഗബ്രിയേലെ ദ അനൻസിയോ ഇതിനെ വികലമാക്കപ്പെട്ട വിജയം അഥവാ വിറ്റോറിയ മ്യൂട്ടിലേറ്റ എന്ന് വിശേഷിപ്പിച്ചു. ഈ വാക്ക്
ഇറ്റലിയുടെ ദേശീയ അപമാനത്തിന്റെ മുദ്രാവാക്യമായി മാറി. ഈ നിരാശാജനകമായ സാഹചര്യത്തിലാണ് ഇറ്റലി അരാജകത്വത്തിലേക്ക് വഴുതിവീണത്. യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയ ദശലക്ഷക്കണക്കിന് സൈനികർക്ക് ജോലിയില്ലായിരുന്നു. ഫാക്ടറികളിൽ തൊഴിലാളികൾ കുറഞ്ഞ കൂലിക്കും മോശം സാഹചര്യങ്ങൾക്കുമെതിരെ പണിമുടക്കി. ഗ്രാമങ്ങളിൽ കർഷകർ ഭൂവുടമകൾക്കെതിരെ കലാപം നടത്തി. റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും രാജ്യത്ത് ഒരു വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തു. 1919–1920 കാലഘട്ടം ബിയന്നിയോ റോസോ എന്നറിയപ്പെട്ടു. തൊഴിലാളികൾ ഫാക്ടറികൾ പിടിച്ചെടുത്ത് ചെങ്കൊടിയുയർത്തി. തെരുവുകൾ സംഘർഷഭരിതമായി. സർക്കാരിന് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു. ജനാധിപത്യം പരാജയപ്പെട്ടു എന്ന് ജനങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി. ഈ സാഹചര്യമാണ് ബെനിറ്റോ മുസോളിനിക്കും അയാളുടെ ഫാഷിസ്റ്റ് പ്രസ്ഥാനത്തിനും വളക്കൂറുള്ള മണ്ണൊരുക്കിയത്. തുടക്കത്തിൽ ഒരു ചെറിയ സംഘമായിരുന്ന അവർ ഈ അരാജകത്വത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി. രാജ്യത്തെ നിയമവാഴ്ച തകർന്നുവെന്നും കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൽ നിന്ന് ഇറ്റലിയെ രക്ഷിക്കാൻ തങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നും മുസോളിനി പ്രഖ്യാപിച്ചു. കമ്മ്യൂണിസ്റ്റ് ഭീഷണിയെ ഭയന്നിരുന്ന വ്യവസായികളും ഭൂവുടമകളും മധ്യവർഗവും ഫാഷിസ്റ്റുകൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ തുടങ്ങി. രാജ്യത്തിന്റെ ക്രമസമാധാനം തിരികെ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ശക്തനായ നേതാവിനെ അവർ മുസോളിനിയിൽ കണ്ടു. ഫാഷിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രധാന ആയുധം അതിന്റെ അർദ്ധസൈനിക വിഭാഗമായ സ്ക്വാഡ്രസ്റ്റി അഥവാ കറുങ്കുപ്പായക്കാരായിരുന്നു. കറുത്ത കുപ്പായവും തൊപ്പിയും ധരിച്ച് കൈകളിൽ ദണ്ഡുകളും കഠാരകളുമായി അവർ തെരുവുകളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, തൊഴിലാളി യൂണിയൻ നേതാക്കളെ അവർ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചു. അവരുടെ ഓഫീസുകൾ തല്ലിത്തകർക്കുകയും തീയിടുകയും ചെയ്തു. സോഷ്യലിസ്റ്റ് നിയന്ത്രണത്തിലുള്ള നഗരസഭകളിലേക്ക് അവർ സംഘമായി മാർച്ച് ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. ആവണക്കെണ്ണയായിരുന്നു അവരുടെ ഇഷ്ട ആയുധങ്ങളിലൊന്ന്. എതിരാളികളെ ബലമായി പിടിച്ച് വലിയ അളവിൽ ആവണക്കെണ്ണ കുടിപ്പിക്കും. ഇത് കഠിനമായ വയറിളക്കത്തിനും നിർജ്ജലീകരണത്തിനും കാരണമാവുകയും പരസ്യമായി അവരെ അപമാനിക്കുകയും ചെയ്യും. ഈ ക്രൂരവിനോദം ഫാഷിസ്റ്റ് ഭീകരതയുടെ പ്രതീകമായി മാറി. പോലീസും സൈന്യവും പലപ്പോഴും ഈ അക്രമങ്ങൾക്ക് നേരെ കണ്ണടച്ചു. ചിലപ്പോൾ രഹസ്യമായി അവരെ സഹായിക്കുകയും ചെയ്തു. ലിബറൽ സർക്കാർ ഫാഷിസ്റ്റ് അക്രമത്തെ ഒരു താൽക്കാലിക തിന്മയായി കണ്ടു. സോഷ്യലിസ്റ്റുകളുടെ ശക്തി ക്ഷയിച്ചാൽ ഫാഷിസ്റ്റുകളെ നിയന്ത്രിക്കാമെന്ന് അവർ വ്യാമോഹിച്ചു. എന്നാൽ അവർ തീക്കൊള്ളികൊണ്ടാണ് തലചൊറിഞ്ഞതെന്ന് വൈകിയാണ് മനസ്സിലാക്കിയത്. ഓരോ വിജയവും കറുങ്കുപ്പായക്കാർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകി. ഗ്രാമങ്ങളിൽ നിന്നും ചെറുപട്ടണങ്ങളിൽ നിന്നും ആരംഭിച്ച് അവർ വടക്കൻ ഇറ്റലിയുടെ വലിയൊരു ഭാഗം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. മുസോളിനി ഈ അക്രമങ്ങളെ നേരിട്ട് നിയന്ത്രിച്ചില്ല, പക്ഷേ അതിന് പൂർണ്ണ പിന്തുണ നൽകി. ഇൽ പോപ്പോളോ ഡി ഇത്താലിയ എന്ന തന്റെ പത്രത്തിലൂടെ അവൻ ഈ അക്രമങ്ങളെ മഹത്വവൽക്കരിച്ചു. സോഷ്യലിസ്റ്റുകളെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചു. 1921 നടന്ന തെരഞ്ഞെടുപ്പിൽ ഫാഷിസ്റ്റുകൾ സർക്കാർ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച് 35 സീറ്റുകൾ നേടി പാർലമെന്റിൽ പ്രവേശിച്ചു. ഇതോടെ മുസോളിനി ഒരു നിയമനിർമ്മാതാവായി. പക്ഷേ പാർലമെന്ററി ജനാധിപത്യത്തിൽ അവനൊട്ടും വിശ്വാസമുണ്ടായിരുന്നില്ല. അത് വെറും വാചകമടിയുടെ വേദിയാണെന്ന് അവൻ കരുതി. യഥാർത്ഥ അധികാരം തെരുവിലാണെന്നവൻ വിശ്വസിച്ചു. അവൻ തന്റെ പ്രസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി പുനഃസംഘടിപ്പിച്ചു. നാഷണൽ ഫാഷിസ്റ്റ് പാർട്ടി, പർട്ടീറ്റോ നാഷണൽ ഫാഷിസ്റ്റ. പാർട്ടിക്ക് വ്യക്തമായ ഒരു പ്രത്യയശാസ്ത്രം അപ്പോഴും ഉണ്ടായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് വിരോധം, തീവ്രദേശീയത, ക്രമസമാധാനത്തിനായുള്ള മുറവിളി, ശക്തമായ നേതൃത്വത്തിലുള്ള വിശ്വാസം എന്നിവയായിരുന്നു അതിന്റെ പ്രധാന ഘടകങ്ങൾ. 1922 ആയപ്പോഴേക്കും ഫാഷിസ്റ്റ് പാർട്ടിയുടെ അംഗസംഖ്യ ലക്ഷങ്ങൾ കവിഞ്ഞു. കറുങ്കുപ്പായക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു രാജ്യത്തിന്റെ പല ഭാഗങ്ങളും. ഇനി അധികാരം പൂർണ്ണമായി പിടിച്ചെടുക്കാനുള്ള സമയമായെന്ന് മുസോളിനിക്ക് തോന്നി. അവൻ സർക്കാരിന് ഒരു അന്ത്യശാസനം നൽകി. ഒന്നുകിൽ തങ്ങളെ ഭരണത്തിൽ പങ്കാളികളാക്കുക, അല്ലെങ്കിൽ അധികാരം പിടിച്ചെടുക്കാൻ തങ്ങൾ റോമിലേക്ക് മാർച്ച് ചെയ്യും. പ്രധാനമന്ത്രി ലൂയിജി ഫാക്ട ദുർബലനായിരുന്നു. അദ്ദേഹം മുസോളിനിയുടെ ഭീഷണിക്ക് വഴങ്ങിയില്ല. ഇതോടെ മുസോളിനി തന്റെ ചരിത്രപ്രസിദ്ധമായ റോമിലേക്കുള്ള മാർച്ചിന് ആഹ്വാനം ചെയ്തു. 1922 ഒക്ടോബർ 27-ന് 10,000-കണക്കിന് കറുങ്കുപ്പായക്കാർ ഇറ്റലിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റോം ലക്ഷ്യമാക്കി നീങ്ങിത്തുടങ്ങി. അവരിൽ പലർക്കും ശരിയായ ആയുധങ്ങൾ പോലുമുണ്ടായിരുന്നില്ല.
അതൊരു സൈനിക നീക്കത്തേക്കാൾ ഉപരി ഒരു രാഷ്ട്രീയ നാടകമായിരുന്നു. റോമിലെ സർക്കാർ സൈന്യത്തിനു വേണമെങ്കിൽ ഈ മാർച്ചിനെ എളുപ്പത്തിൽ തടയാമായിരുന്നു. എന്നാൽ മുസോളിനി തന്ത്രപരമായി മിലാനിൽ തുടർന്നു. മാർച്ച് പരാജയപ്പെട്ടാൽ സ്വിറ്റ്സർലാൻഡിലേക്ക് രക്ഷപ്പെടാനായിരുന്നു അവന്റെ പദ്ധതി. റോമിൽ സർക്കാർ പരിഭ്രാന്തിയിലായി. പ്രധാനമന്ത്രി ഫാക്ട രാജ്യത്ത് പട്ടാള നിയമം പ്രഖ്യാപിക്കാനും മാർച്ച് തടയാനും വിക്ടർ ഇമ്മാനുവൽ മൂന്നാമൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു. ഇവിടെയാണ് ഇറ്റലിയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷം പിറന്നത്. രാജാവ് ആ ഉത്തരവിൽ ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ചു. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് ഇന്നും ചരിത്രകാരന്മാർക്കിടയിൽ തർക്കവിഷയമാണ്. ഒരുപക്ഷേ ഒരാഭ്യന്തര യുദ്ധം അദ്ദേഹം ഭയന്നിരിക്കാം. അല്ലെങ്കിൽ സൈന്യത്തിലെ ഒരു വിഭാഗത്തിന് ഫാഷിസ്റ്റുകളോട് അനുഭാവമുണ്ടെന്ന് അദ്ദേഹം കരുതിയിരിക്കാം. അതുമല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് വിപ്ലവത്തെക്കാൾ ഭേദം മുസോളിനിയുടെ ഭരണമാണെന്ന് അദ്ദേഹം ചിന്തിച്ചിരിക്കാം. കാരണം എന്തുതന്നെയായാലും ആ തീരുമാനം ഇറ്റലിയുടെ ജനാധിപത്യത്തിന്റെ മരണമണിയായിരുന്നു. പ്രധാനമന്ത്രി ഫാക്ട രാജിവെച്ചു. രാജാവ് മറ്റു പല മുതിർന്ന രാഷ്ട്രീയക്കാരെയും പ്രധാനമന്ത്രിയാകാൻ ക്ഷണിച്ചെങ്കിലും ആരും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ധൈര്യപ്പെട്ടില്ല. ഒടുവിൽ ഒക്ടോബർ 29-ന് വിക്ടർ ഇമ്മാനുവൽ മൂന്നാമൻ രാജാവ് മിലാനിലിരുന്ന മുസോളിനിയെ ടെലഗ്രാം അയച്ച് റോമിലേക്ക് ക്ഷണിച്ചു. പുതിയ സർക്കാർ രൂപീകരിക്കാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. അധികാരത്തിലേക്കുള്ള മുസോളിനിയുടെ വഴി തുറന്നുകിട്ടി. അവൻ ഒരു സ്ലീപ്പിംഗ് കാർ ട്രെയിനിൽ രാജകീയമായി റോമിലേക്ക് യാത്ര തിരിച്ചു. പിറ്റേന്ന് രാവിലെ 10,000-കണക്കിന് കറുങ്കുപ്പായക്കാർ റോമിൽ പ്രവേശിക്കുന്നതിന് തൊട്ടുമുമ്പ് ബെനിറ്റോ മുസോളിനി രാജാവിനെ കണ്ട് ഇറ്റലിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അങ്ങനെ ഒരു വെടിയുണ്ട പോലും ഉതിർക്കാതെ, ഒരു യഥാർത്ഥ വിപ്ലവത്തിലൂടെയല്ലാതെ ഭീഷണിയുടെയും രാഷ്ട്രീയ ഗൂഢാലോചനയുടെയും ബലത്തിൽ മുസോളിനി അധികാരത്തിലെത്തി. റോമിലേക്കുള്ള മാർച്ച് ഒരു പ്രതീകാത്മക വിജയമായിരുന്നു. യഥാർത്ഥത്തിൽ അധികാരം അവന് വെള്ളിത്തളികയിൽ വച്ച് നീട്ടുകയായിരുന്നു. തുടക്കത്തിൽ അവൻ രൂപീകരിച്ച മന്ത്രിസഭയിൽ ഫാഷിസ്റ്റുകൾ മാത്രമല്ല, മറ്റു പാർട്ടികളിലെ അംഗങ്ങളുമുണ്ടായിരുന്നു. താൻ നിയമവാഴ്ചയെയും പാർലമെന്റിനെയും ബഹുമാനിക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തു. പലരും അവനെ വിശ്വസിച്ചു. ഇറ്റലിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള ഒരു ശക്തനായ നേതാവ് ഒടുവിൽ വന്നിരിക്കുന്നു എന്ന് അവർ ആശ്വസിച്ചു. എന്നാൽ അധികാരത്തിന്റെ മധുരം നുടഞ്ഞ മുസോളിനിയുടെ മനസ്സിൽ മറ്റു പദ്ധതികളായിരുന്നു. ജനാധിപത്യത്തിന്റെ മുഖമൂടി അണിഞ്ഞുകൊണ്ട് ഇറ്റലിയെ തന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു ഏകാധിപത്യ രാഷ്ട്രമാക്കി മാറ്റാനുള്ള കരുക്കൾ അവൻ പതുക്കെ നീക്കിത്തുടങ്ങുകയായിരുന്നു. ഇറ്റലി ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയായിരുന്നു. ഇരുട്ടിന്റെയും ഭയത്തിന്റെയും ഒരു നീണ്ട യുഗത്തിലേക്ക്. പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ബെനിറ്റോ മുസോളിനി തുടക്കത്തിൽ ഒരു മിതവാദിയുടെ മുഖംമൂടിയാണണിഞ്ഞത്. പാർലമെന്റിൽ നടത്തിയ തന്റെ ആദ്യ പ്രസംഗത്തിൽ പോലും ആ ധാർഷ്ട്യവും ഭീഷണിയുടെ സ്വരവും വ്യക്തമായിരുന്നു. ഈ ഇരുണ്ട നിർവികാരമായ സഭയെ എന്റെ കറുങ്കുപ്പായക്കാരുടെ ഒരു സൈനിക താവളമാക്കി മാറ്റാൻ എനിക്ക് കഴിയുമായിരുന്നു. പക്ഷേ തൽക്കാലം ഞാൻ അതിന് മുതിരുന്നില്ല എന്ന അവന്റെ വാക്കുകൾ പാർലമെന്റ് അംഗങ്ങളെ ഭയപ്പെടുത്തി. തനിക്ക് ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും ഒരു വർഷത്തേക്ക് രാജ്യത്തെ അടിയന്തര നിയമങ്ങളിലൂടെ ഭരിക്കാനുള്ള അധികാരം, എമർജൻസി പവേഴ്സ്, അവൻ പാർലമെന്റിനെക്കൊണ്ട് പാസാക്കിപ്പിച്ചു. രാജ്യത്തെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനാണിതെന്നാണ് അവൻ പറഞ്ഞത്. ഭയന്നുപോയ സാമാജികർ അതിനു വഴങ്ങി. അധികാരം കയ്യിൽ കിട്ടിയതോടെ മുസോളിനി തന്റെ യഥാർത്ഥ രൂപം പതുക്കെ പുറത്തെടുത്തു. അവന്റെ ആദ്യത്തെ ലക്ഷ്യം ഫാഷിസ്റ്റ് പാർട്ടിയെ ഭരണകൂടത്തിന്റെ ഭാഗമാക്കുക എന്നതായിരുന്നു. അതിനായി അവൻ കറുങ്കുപ്പായക്കാരെ ഔദ്യോഗികമായി അംഗീകരിച്ച് MVSN, ദേശീയ സുരക്ഷയ്ക്കായുള്ള സന്നദ്ധ സേന എന്ന പേരിൽ ഒരു പുതിയ സേനാവിഭാഗം രൂപീകരിച്ചു. ഇത് രാജ്യത്തിന് ഒരു സൈന്യവും പോലീസുമുള്ളപ്പോൾ തന്നെ പ്രധാനമന്ത്രിയോട് മാത്രം കൂറുള്ള ഒരു സ്വകാര്യ സൈന്യത്തെ സൃഷ്ടിക്കുന്നതിന് തുല്യമായിരുന്നു. ഇത് നിയമവിരുദ്ധമായിരുന്നെങ്കിലും ആരും ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല. അടുത്തതായി അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്നതിലായിരുന്നു. 1923-ൽ അവൻ അസർബോ നിയമം എന്ന പേരിൽ ഒരു പുതിയ തിരഞ്ഞെടുപ്പ് നിയമം കൊണ്ടുവന്നു. ഈ നിയമപ്രകാരം തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട്, കുറഞ്ഞത് 25% നേടുന്ന പാർട്ടിക്ക് പാർലമെന്റിലെ 2/3 സീറ്റുകളും ലഭിക്കും. ബാക്കിയുള്ള സീറ്റുകൾ മറ്റു പാർട്ടികൾക്ക് അവരുടെ വോട്ട് വിഹിതത്തിനനുസരിച്ച് വീതിച്ചു നൽകും. ഇത് ജനാധിപത്യത്തിന്റെ എല്ലാ തത്വങ്ങൾക്കും എതിരായിരുന്നു. ഒരു ചെറിയ ഭൂരിപക്ഷം കൊണ്ടുതന്നെ രാജ്യത്ത് സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാൻ ഈ നിയമം സഹായിക്കുമായിരുന്നു.
പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ ശക്തമായി എതിർത്തെങ്കിലും പാർലമെന്റിൽ ഫാഷിസ്റ്റുകളുടെ ഭീഷണിക്കും സമ്മർദ്ദത്തിനും വഴങ്ങി നിയമം പാസാക്കപ്പെട്ടു. 1924 ഏപ്രിലിൽ ഈ പുതിയ നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് നടന്നു. അത് സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല. ഫാഷിസ്റ്റ് കറുംകുപ്പായക്കാർ രാജ്യത്തുടനീളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് ഓടിച്ചു, ബാലറ്റ് പെട്ടികൾ പിടിച്ചെടുത്തു. വ്യാപകമായ കള്ളവോട്ട് നടന്നു. പ്രതീക്ഷിച്ചതുപോലെ മുസോളിനിയുടെ ഫാഷിസ്റ്റ് പാർട്ടി ഉൾപ്പെട്ട സഖ്യം 65% വോട്ടുകൾ നേടി വൻ വിജയം കരസ്ഥമാക്കി. ഇതോടെ പാർലമെന്റ് പൂർണ്ണമായും ഫാഷിസ്റ്റുകളുടെ നിയന്ത്രണത്തിലായി. എന്നാൽ ഈ കള്ളക്കളിയെ ചോദ്യം ചെയ്യാൻ ഒരാൾ ധൈര്യം കാണിച്ചു. അദ്ദേഹത്തിന്റെ പേര് ജാക്കോമോ മാറ്റിയോട്ടി എന്നായിരുന്നു. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവും പാർലമെന്റ് അംഗവുമായിരുന്ന അദ്ദേഹം ധീരനും സത്യസന്ധനുമായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. 1924 മെയ് 30 പാർലമെന്റിൽ വെച്ച് അദ്ദേഹം ഒരു ചരിത്രപരമായ പ്രസംഗം നടത്തി. ഫാഷിസ്റ്റുകൾ തെരഞ്ഞെടുപ്പിൽ നടത്തിയ അക്രമങ്ങളെയും തട്ടിപ്പുകളെയും കുറിച്ചുള്ള തെളിവുകൾ ഒന്നൊന്നായി അദ്ദേഹം നിരത്തി. ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അവന്റെ പ്രസംഗം കേട്ട് ഫാഷിസ്റ്റ് അംഗങ്ങൾ ബഹളം വെച്ചു, അവനെ ഭീഷണിപ്പെടുത്തി. പക്ഷേ മാറ്റിയോട്ടി കുലുങ്ങിയില്ല. തന്റെ പ്രസംഗം അവസാനിപ്പിച്ച ശേഷം സുഹൃത്തുക്കളോട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് എന്റെ മരണാനന്തര ചടങ്ങുകൾക്കുള്ള പ്രസംഗം തയ്യാറാക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രവചനം പോലെ സത്യമായി. 10 ദിവസങ്ങൾക്ക് ശേഷം 1924 ജൂൺ 10 റോമിലെ തെരുവിൽ വച്ച് ഒരു സംഘം ഫാഷിസ്റ്റ് ഗുണ്ടകൾ മാറ്റിയോട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒരു കാറിലിട്ട് ക്രൂരമായി കൊലപ്പെടുത്തി. മൃതദേഹം റോമിനു പുറത്തുള്ള ഒരു വിജനമായ സ്ഥലത്ത് കുഴിച്ചുമൂടി. ഈ സംഭവം ഇറ്റലിയെ പിടിച്ചുകുലുക്കി. മുസോളിനിയുടെ അറിവോടെയാണ് ഈ കൊലപാതകം നടന്നതെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. രാജ്യത്ത് വലിയ പ്രതിഷേധം ഉയർന്നു. പത്രങ്ങൾ സർക്കാരിനെതിരെ രൂക്ഷമായി എഴുതി. മുസോളിനിയുടെ ഭരണം അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിട്ടു. പ്രതിഷേധസൂചകമായി സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ലിബറലുകളും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളിലെ ഭൂരിഭാഗം അംഗങ്ങളും പാർലമെന്റ് ബഹിഷ്കരിച്ചു. അവർ റോമിലെ അവന്റൈൻ കുന്നിൽ പ്രത്യേകമായി യോഗം ചേർന്നു. പുരാതന റോമൻ ചരിത്രത്തിലെ ഒരു സംഭവത്തെ അനുസ്മരിപ്പിച്ച ഈ ബഹിഷ്കരണം അവന്റൈൻ സെസഷൻ എന്നറിയപ്പെട്ടു. മാറ്റിയോട്ടി വധത്തിന് ഉത്തരവാദികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതുവരെയും രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതുവരെയും തങ്ങൾ പാർലമെന്റിലേക്ക് തിരികെ വരില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു. മുസോളിനി രാജിവെക്കണമെന്ന് അവർ രാജാവിനോട് ആവശ്യപ്പെട്ടു. ഈ സമയത്ത് മുസോളിനി ശരിക്കും ഭയന്നുപോയിരുന്നു. അവന്റെ രാഷ്ട്രീയ ഭാവി തുലാസിലായിരുന്നു. രാജാവിന് വേണമെങ്കിൽ അവനെ പിരിച്ചുവിടാമായിരുന്നു. എന്നാൽ വിക്ടർ ഇമ്മാനുവൽ മൂന്നാമൻ രാജാവ് വീണ്ടും ചരിത്രപരമായ ഒരു മണ്ടത്തരം കാണിച്ചു. അദ്ദേഹം നിശബ്ദത പാലിച്ചു. പ്രതിപക്ഷത്തിന് വ്യക്തമായ ഒരു കർമ്മപദ്ധതി ഉണ്ടായിരുന്നില്ല. പാർലമെന്റ് ബഹിഷ്കരിച്ചതല്ലാതെ രാജ്യവ്യാപകമായ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. ഈ അവസരം മുസോളിനി മുതലെടുത്തു. മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ഫാഷിസ്റ്റ് പാർട്ടിയിലെ തീവ്രവാദികൾ മുസോളിനിക്കുമേൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. ഒന്നുകിൽ പ്രതിപക്ഷത്തെ പൂർണ്ണമായി അടിച്ചമർത്തുക, അല്ലെങ്കിൽ തങ്ങൾ ഭരണമേറ്റെടുക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. ഒടുവിൽ 1925 ജനുവരി 3 മുസോളിനി തന്റെ നിർണായകമായ നീക്കം നടത്തി. പാർലമെന്റിൽ വെച്ച് അവൻ നടത്തിയ പ്രസംഗം ചരിത്രത്തിൽ ഇടം പിടിച്ചു. ആ പ്രസംഗത്തിൽ അവൻ എല്ലാ ധാർമ്മികതയും നിയമവ്യവസ്ഥയും കാറ്റിൽ പറത്തി. ഞാൻ പ്രഖ്യാപിക്കുന്നു, അവൻ ഗർജിച്ചു, മാറ്റിയോട്ടി വധത്തിന്റെ രാഷ്ട്രീയവും ധാർമ്മികവും ചരിത്രപരവുമായ എല്ലാ ഉത്തരവാദിത്തവും ഞാൻ മാത്രം ഏറ്റെടുക്കുന്നു. ഫാഷിസമെന്നത് ഒരു കുറ്റവാളി സംഘമാണെങ്കിൽ അതിന്റെ തലവൻ ഞാനാണ്. നിങ്ങൾക്കെന്നെ വിചാരണ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. പക്ഷേ ഞാൻ പറയട്ടെ, അടുത്ത 48 മണിക്കൂറിനുള്ളിൽ രാജ്യത്തെ സ്ഥിതിഗതികൾ ഞാൻ പൂർണ്ണമായും നിയന്ത്രണവിധേയമാക്കും. അതൊരു പ്രഖ്യാപനമായിരുന്നു. ഇറ്റലിയിലെ ജനാധിപത്യത്തിന്റെ അന്ത്യം കുറിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം. അതോടെ മുസോളിനി തന്റെ ഏകാധിപത്യ ഭരണം ഔദ്യോഗികമായി സ്ഥാപിച്ചു. അടുത്ത ദിവസങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഓഫീസുകൾ അടച്ചുപൂട്ടി, നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തു, പത്രങ്ങൾക്ക് കർശനമായ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ ഓവ്ര എന്ന പേരിൽ ഒരു രഹസ്യ പോലീസ് സേനയ്ക്ക് രൂപം നൽകി. പണിമുടക്കുകളും തൊഴിലാളി യൂണിയനുകളും നിരോധിച്ചു. സർക്കാർ വിരുദ്ധമായി സംസാരിക്കുന്നതുപോലും രാജ്യദ്രോഹമായി കണക്കാക്കപ്പെട്ടു. അങ്ങനെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ്
വെറും 3 വർഷത്തിനുള്ളിൽ ജനാധിപത്യത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളെയും ഒന്നൊന്നായി തകർത്തുകൊണ്ട് ബെനിറ്റോ മുസോളിനി ഇറ്റലിയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ഏകാധിപതിയായി മാറി. ഇൽ ഡ്യൂച്ചെ എന്ന പേരിൽ അവൻ അറിയപ്പെടാൻ തുടങ്ങി. മാറ്റിയോ പി വധം അവനെ തകർക്കേണ്ടതായിരുന്നു. എന്നാൽ ആ പ്രതിസന്ധിയെ അതിജീവിച്ചതിലൂടെ അവൻ കൂടുതൽ ശക്തനായി. പ്രതിപക്ഷത്തിന്റെ ഭിന്നതയും രാജാവിന്റെ ഭീരുത്വവും അവനു തുണയായി. ഇറ്റലി ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. അവിടെ ഒരു പാർട്ടി മാത്രമേ ഉണ്ടാകൂ, ഫാസിസ്റ്റ് പാർട്ടി. ഒരു നേതാവ് മാത്രമേ ഉണ്ടാകൂ, ഇൽ ഡ്യൂച്ചെ. ഒരു നിയമം മാത്രമേ ഉണ്ടാകൂ, അവന്റെ ഇച്ഛ. ഇറ്റാലിയൻ ജനതയുടെ സ്വാതന്ത്ര്യം എന്നേക്കുമായി അസ്തമിച്ചിരുന്നു. 1925 ആ ചരിത്രപരമായ പ്രസംഗത്തോടെ ബെനിറ്റോ മുസോളിനി ഇറ്റലിയുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയുമടിച്ചു. ഇനി അവന്റെ ലക്ഷ്യം വെറുമൊരു ഏകാധിപതിയായി ഭരിക്കുക എന്നതായിരുന്നില്ല, മറിച്ച് ഇറ്റാലിയൻ സമൂഹത്തെ അടിമുടി മാറ്റിമറിച്ച് തികച്ചും ഫാഷിസ്റ്റായ ഒരു പുതിയ മനുഷ്യനെയും രാഷ്ട്രത്തെയും സൃഷ്ടിക്കുക എന്നതായിരുന്നു. ഇതിനായി അവൻ ഒരു സമ്പൂർണാധിപത്യ ഭരണകൂടം സ്ഥാപിക്കാൻ തുടങ്ങി. എല്ലാം രാഷ്ട്രത്തിനുള്ളിൽ, ഒന്നും രാഷ്ട്രത്തിനു പുറത്തല്ല, ഒന്നും രാഷ്ട്രത്തിനെതിരെയല്ല എന്നതായിരുന്നു അവന്റെ മുദ്രാവാക്യം. വ്യക്തിക്ക് രാഷ്ട്രത്തിനു വേണ്ടി ജീവിക്കുക എന്നല്ലാതെ മറ്റൊരു അസ്തിത്വമില്ലെന്ന് ഫാഷിസം പഠിപ്പിച്ചു. ഈ ലക്ഷ്യം നേടുന്നതിനായി 1925നും 1926നുമിടയിൽ ലെഗി ഫാഷിസ്റ്റിസിമെ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം നിയമങ്ങൾ അവൻ നടപ്പിലാക്കി. ഈ നിയമങ്ങൾ ഇറ്റലിയെ ഒരു പോലീസ് സ്റ്റേറ്റാക്കി മാറ്റി. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും നിരോധിക്കപ്പെട്ടു. സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ വിചാരണ കൂടാതെ തടവിലിടാനോ ദൂരെയുള്ള ദ്വീപുകളിലേക്ക് നാടുകടത്താനോ നിയമം വന്നു. തെരഞ്ഞെടുപ്പുകൾ പൂർണ്ണമായും ഇല്ലാതായി. പകരം ഫാഷിസ്റ്റ് ഗ്രാൻഡ് കൗൺസിൽ തയ്യാറാക്കുന്ന ഒരൊറ്റ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമേ ജനങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. പത്രസ്വാതന്ത്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കി. സർക്കാർ വിരുദ്ധ പത്രങ്ങൾ നിരോധിച്ചു. പത്രാധിപന്മാരെ സർക്കാർ നിയമിക്കാൻ തുടങ്ങി. ഭരണത്തിന്റെ കേന്ദ്രം പ്രധാനമന്ത്രിയിൽ നിന്ന് ഗവൺമെന്റിന്റെ തലവൻ എന്ന പുതിയ പദവിയിലേക്ക് മാറ്റി. അവൻ പാർലമെന്റിനോടല്ല, രാജാവിനോട് മാത്രം മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ രാജാവ് ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമായിരുന്നതുകൊണ്ട് ഫലത്തിൽ മുസോളിനി ആർക്കും മറുപടി പറയേണ്ടി വരാത്ത പരമാധികാരിയായി. പ്രാദേശിക ഭരണകൂടങ്ങളിലും ഈ മാറ്റം വന്നു. തെരഞ്ഞെടുക്കപ്പെട്ട മേയർമാർക്ക് പകരം സർക്കാർ നിയമിക്കുന്ന പൊഡെസ്റ്റ എന്ന ഉദ്യോഗസ്ഥന്മാർ നഗരങ്ങളുടെ ഭരണമേറ്റെടുത്തു. ഈ രാഷ്ട്രീയ മാറ്റങ്ങൾക്കൊപ്പം സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഫാഷിസ്റ്റ് ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം പ്രൊപ്പഗാൻഡ അഥവാ പ്രചരണമായിരുന്നു. റേഡിയോ, സിനിമ, പത്രങ്ങൾ, പോസ്റ്ററുകൾ, പൊതുയോഗങ്ങൾ എന്നിവയെല്ലാം മുസോളിനിയെ ഒരു ദൈവതുല്യനായ നേതാവായി ചിത്രീകരിക്കാൻ ഉപയോഗിച്ചു. അവൻ സർവജ്ഞാനിയും അപ്രമാദിയും ഇറ്റലിയുടെ രക്ഷകനുമാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ചു. അവന്റെ ചിത്രങ്ങൾ എല്ലായിടത്തും പ്രദർശിപ്പിച്ചു. മുസോളിനി എപ്പോഴും ശരിയാണ് എന്ന മുദ്രാവാക്യം സ്കൂളുകളിലും പൊതുസ്ഥലങ്ങളിലും എഴുതിവെച്ചു. റോമിലെ വെനീസിയ കൊട്ടാരത്തിന്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് 10,000കണക്കിന് വരുന്ന ജനക്കൂട്ടത്തെ അവൻ അഭിസംബോധന ചെയ്തു. അവന്റെ നാടകീയമായ പ്രസംഗങ്ങളും ഉറച്ച ശബ്ദവും കരുത്തുറ്റ ശരീരഭാഷയും ജനങ്ങളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. അവനൊരു പുതിയ സീസറാണെന്ന് പലരും വിശ്വസിച്ചു. സിനിമയെ ഒരു ശക്തമായ പ്രചരണ ആയുധമായി മുസോളിനി കണ്ടു. ലൂച്ചെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ഒരു സർക്കാർ സിനിമാ നിർമ്മാണ കമ്പനി സ്ഥാപിച്ചു. ഫാഷിസ്റ്റ് ഭരണകൂടത്തിന്റെ നേട്ടങ്ങൾ കാണിക്കുന്ന ന്യൂസ് റീലുകൾ നിർമ്മിച്ച് എല്ലാ തിയേറ്ററുകളിലും നിർബന്ധമായി പ്രദർശിപ്പിച്ചു. ഈ ന്യൂസ് റീലുകളിൽ കർഷകർക്കൊപ്പം നിന്ന് ഗോതമ്പ് കൊയ്യുന്ന, ഫാക്ടറി തൊഴിലാളികളോട് സംസാരിക്കുന്ന, വിമാനം പറത്തുന്ന, കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്ന, പുലിയുടെ കൂട്ടിൽ കയറി അതിനെ ലാളിക്കുന്ന അതിമാനുഷനായ ഒരു മുസോളിനിയാണ് ഇറ്റാലിയൻ ജനത കണ്ടത്. വിദ്യാഭ്യാസ സമ്പ്രദായം പൂർണ്ണമായും ഫാഷിസ്റ്റ് വൽക്കരിച്ചു. കുട്ടികളെ ചെറുപ്പത്തിലെ ഫാഷിസ്റ്റ് ആശയങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. വിശ്വസിക്കുക, അനുസരിക്കുക, പോരാടുക എന്നതായിരുന്നു ഫാഷിസ്റ്റ് വിദ്യാഭ്യാസത്തിന്റെ ആപ്തവാക്യം. ചരിത്രപുസ്തകങ്ങൾ തിരുത്തിയെഴുതി. ഇറ്റലിയുടെ മഹത്തായ പാരമ്പര്യത്തെക്കുറിച്ചും പുരാതന റോമാ സാമ്രാജ്യത്തിന്റെ പിൻഗാമികളാണ് തങ്ങളെന്നും കുട്ടികളെ പഠിപ്പിച്ചു. അധ്യാപകർ ഫാഷിസ്റ്റ് പാർട്ടിയിൽ അംഗങ്ങളായിരിക്കണമെന്ന് നിർബന്ധമാക്കി.
കുട്ടികളെയും യുവാക്കളെയും പാർട്ടിയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായി വിവിധ സംഘടനകൾ രൂപീകരിച്ചു. 6 മുതൽ 8 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ഫിഗ്ലി ഡെല്ല ലൂപ്പ, 8 മുതൽ 14 വയസ്സുവരെയുള്ള ആൺകുട്ടികൾക്കായി ബലില്ല, പെൺകുട്ടികൾക്കായി പിക്കോളെ ഇറ്റാലിയാനെ, അതിനു മുകളിലുള്ളവർക്കായി അവാങ്കാർഡിസ്റ്റി, ജിയോവാനെ ഇറ്റാലിയാനെ എന്നിങ്ങനെ പല വിഭാഗങ്ങളുണ്ടായിരുന്നു. ഈ സംഘടനകളിലെ അംഗങ്ങൾ യൂണിഫോം ധരിച്ച് സൈനിക മാതൃകയിലുള്ള പരേഡുകളിലും കായിക പരിശീലനങ്ങളിലും പങ്കെടുത്തു. അവരെ ഇൽ ഡ്യൂച്ചയോടും ഫാഷിസ്റ്റ് രാഷ്ട്രത്തോടും ബേസഗോവരചന കൂറുള്ളവരായി വാർത്തെടുക്കുകയായിരുന്നു ലക്ഷ്യം. സമൂഹത്തിന്റെ ഒഴിവു സമയങ്ങളെപ്പോലും സർക്കാർ നിയന്ത്രിച്ചു. ഓപ്പറ നാസിയോണാലെ ഡോ പോലവോറോ എന്ന സംഘടനയിലൂടെ തൊഴിലാളികൾക്ക് വിനോദത്തിനും കായിക പരിശീലനത്തിനും സൗകര്യങ്ങൾ ഒരുക്കി. ഇതിലൂടെ തൊഴിലാളികളെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനും അവരെ സർക്കാർ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും സാധിച്ചു. കായികരംഗത്തും ഫാഷിസ്റ്റ് സർക്കാർ വലിയ താൽപ്പര്യം കാണിച്ചു. 1934ലും 1938ലും ഫുട്ബോൾ ലോകകപ്പ് നേടിയ ഇറ്റാലിയൻ ടീമിന്റെ വിജയം ഫാഷിസ്റ്റ് വ്യവസ്ഥയുടെ ശ്രേഷ്ഠതയുടെ തെളിവായി മുസോളിനി ആഘോഷിച്ചു. സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ചും ഫാഷിസത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഫാഷിസ്റ്റ് സ്ത്രീയുടെ പ്രധാന കടമ രാഷ്ട്രത്തിനുവേണ്ടി കൂടുതൽ കുട്ടികളെ പ്രസവിക്കുകയും അവരെ നല്ല ഫാഷിസ്റ്റുകളായി വളർത്തുകയും ചെയ്യുക എന്നതായിരുന്നു. യുദ്ധം പുരുഷന് എങ്ങനെയോ അതുപോലെയാണ് പ്രസവം സ്ത്രീക്ക് എന്ന് മുസോളിനി പറഞ്ഞു. കൂടുതൽ കുട്ടികളുള്ള അമ്മമാർക്ക് സർക്കാർ അവാർഡുകൾ നൽകി. അതേസമയം സ്ത്രീകളെ പൊതുരംഗത്തുനിന്നും തൊഴിൽ മേഖലയിൽ നിന്നും അകറ്റി നിർത്താൻ ശ്രമിച്ചു. അവരുടെ സ്ഥാനം വീടിന്റെ 4 ചുമരുകൾക്കുള്ളിലാണെന്ന് ഫാഷിസം പഠിപ്പിച്ചു. പുരാതന റോമാ സാമ്രാജ്യത്തിന്റെ പ്രതീകങ്ങളെയും വാസ്തുവിദ്യയെയും ഫാഷിസം അതിന്റെ പ്രതാപം കാണിക്കാൻ ഉപയോഗിച്ചു. റോമിൽ വലിയ കെട്ടിടങ്ങളും സ്മാരകങ്ങളും നിർമ്മിച്ചു. പുരാതന റോമൻ അഭിവാദ്യമായ സല്യൂട്ട്, വലതുകൈ ഉയർത്തിയുള്ള അഭിവാദ്യം, ഫാഷിസ്റ്റ് അഭിവാദ്യമായി സ്വീകരിച്ചു. റോമാ സാമ്രാജ്യത്തിന്റെ പ്രതീകമായ ഫാസസ് ഭരണകൂടത്തിന്റെ ഔദ്യോഗിക ചിഹ്നമായി. മെഡിറ്ററേനിയൻ കടലിനെ വീണ്ടും റോമിന്റെ നമ്മുടെ കടൽ, മാരെ നോസ്ട്രം ആക്കി മാറ്റുമെന്ന് മുസോളിനി പ്രഖ്യാപിച്ചു. ഇങ്ങനെ ജനങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവരുടെ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിച്ചുകൊണ്ട് ബെനിറ്റോ മുസോളിനി ഒരു പുതിയ ഫാഷിസ്റ്റ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചു. പുറമേക്ക് ഈ ഭരണകൂടം വളരെ ശക്തവും കാര്യക്ഷമവുമാണെന്ന് തോന്നിപ്പിച്ചു. മുസോളിനി ട്രെയിനുകളെ സമയത്തിന് ഓടിച്ചു എന്നൊരു ചൊല്ലുപോലും പ്രചാരത്തിലുണ്ടായി. എന്നാൽ ഈ അച്ചടക്കത്തിനും ക്രമത്തിനും പിന്നിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഭയത്തിൽ ജീവിക്കുന്ന ഒരു ജനതയുടെ നിശ്വാസങ്ങളുണ്ടായിരുന്നു. എതിർക്കുന്നവരെ നിശബ്ദരാക്കുന്ന ഒരു ഭീകരമായ സംവിധാനമുണ്ടായിരുന്നു. ഫാഷിസ്റ്റ് രാഷ്ട്രമെന്ന ഈ കൂറ്റൻ യന്ത്രം പ്രവർത്തിച്ചത് സാധാരണ മനുഷ്യരുടെ സ്വപ്നങ്ങളെയും അഭിലാഷങ്ങളെയും ചതച്ചരച്ചുകൊണ്ടായിരുന്നു. ഇറ്റലിയുടെ രാഷ്ട്രീയ ശരീരത്തെ പൂർണ്ണമായും തന്റെ ഉരുക്കുമുഷ്ടിയിൽ ഒതുക്കിയ ശേഷം ബെനിറ്റോ മുസോളിനി തന്റെ ശ്രദ്ധ തിരിച്ചത് രാജ്യത്തിന്റെ ആത്മാവിനെയും സാമ്പത്തിക ഭാവിയെയും നിയന്ത്രിക്കുന്നതിലേക്കായിരുന്നു. ഒരു സമ്പൂർണാധിപത്യ രാഷ്ട്രത്തിന് ജനങ്ങളുടെ ചിന്തകളെ മാത്രമല്ല, അവരുടെ വിശ്വാസങ്ങളെയും അവർ പണിയെടുക്കുന്ന ഫാക്ടറികളെയും അവർ കൃഷി ചെയ്യുന്ന വയലുകളെയും നിയന്ത്രിക്കണമായിരുന്നു. ഇതിനായി അവൻ 2 പ്രധാന മേഖലകളിലാണ് കൈവച്ചത്. ഒന്ന്, വർഷങ്ങളായി ഇറ്റാലിയൻ ഭരണകൂടങ്ങളുമായി ശത്രുതയിൽ കഴിഞ്ഞിരുന്ന കത്തോലിക്കാ സഭ. 2, രാജ്യത്തിന്റെ സാമ്പത്തിക ഘടന. പണ്ട് സോഷ്യലിസ്റ്റ് വിപ്ലവകാരിയായിരുന്ന കാലത്ത് മുസോളിനി ഒരു കടുത്ത നിരീശ്വരവാദിയും സഭാവിരുദ്ധനുമായിരുന്നു. മതം ഒരു മാനസിക രോഗമാണെന്നും പുരോഹിതന്മാർ കറുത്ത അണുക്കളാണെന്നും അവൻ എഴുതിയിട്ടുണ്ട്. എന്നാൽ അധികാരത്തിന്റെ ഉന്നതിയിലെത്തിയ പ്രായോഗികനായ ഭരണാധികാരി മുസോളിനിക്കറിയാമായിരുന്നു ഇറ്റാലിയൻ ജനതയുടെ ഹൃദയത്തിൽ കത്തോലിക്കാ സഭയ്ക്ക് എത്രമാത്രം സ്വാധീനമുണ്ടെന്ന്. ഇറ്റലിക്കാരനായിരിക്കുക എന്നത് ഒരു കത്തോലിക്കനായിരിക്കുക എന്നതിന്റെ പര്യായം പോലെയായിരുന്നു. ആ ഭൂരിപക്ഷത്തിന്റെ പിന്തുണയില്ലാതെ തന്റെ ഭരണം ഒരിക്കലും സുരക്ഷിതമാകില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് പണ്ടു പള്ളികളെയും പുരോഹിതരെയും തീവ്രമായി വെറുത്തിരുന്ന അതേ മുസോളിനി സഭയുമായി ഒരു ചരിത്രപരമായ സന്ധിക്ക് തയ്യാറായി. 1870-ൽ ഇറ്റലി ഏകീകരിക്കപ്പെട്ടതുമുതൽ ഇറ്റാലിയൻ ഭരണകൂടവും വത്തിക്കാനും തമ്മിൽ ഒരു ശീതയുദ്ധത്തിലായിരുന്നു. റോം പിടിച്ചെടുത്ത് ഇറ്റലിയുടെ തലസ്ഥാനമാക്കിയപ്പോൾ പോപ്പ് സ്വയം വത്തിക്കാനിലെ തടവുകാരൻ എന്ന് പ്രഖ്യാപിക്കുകയും ഇറ്റാലിയൻ ഭരണകൂടത്തെ അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. റോമൻ പ്രശ്നം എന്നറിയപ്പെട്ട ഈ തർക്കം ഏതാണ്ട് 60 വർഷത്തോളം പരിഹരിക്കപ്പെടാതെ കിടന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നത് തന്റെ ഭരണത്തിന്
ഉഗ്രമായ സ്വീകാര്യത നൽകുമെന്ന് മുസോളിനി കണക്കുകൂട്ടി. അങ്ങനെ അതീവ രഹസ്യമായി വത്തിക്കാനുമായി ചർച്ചകൾ ആരംഭിച്ചു. പോപ്പ് പയസ് 11 ഒരു പ്രായോഗികവാദിയായിരുന്നു. കമ്മ്യൂണിസത്തിന്റെ വളർച്ചയെ അദ്ദേഹം ഭയന്നു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ ശക്തനായ ഒരു നേതാവായ മുസോളിനിയുമായി ഒരു ധാരണയിലെത്തുന്നത് സഭയുടെ താൽപ്പര്യങ്ങൾക്ക് നല്ലതാണെന്ന് അദ്ദേഹവും കരുതി. വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ 1929 ഫെബ്രുവരി 11 ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഒത്തുതീർപ്പിന് റോം സാക്ഷ്യം വഹിച്ചു. മുസോളിനിയും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ ഗസ്പാരിയും ലാറ്ററൻ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഈ ഉടമ്പടിക്ക് 3 ഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്നാമതായി, വത്തിക്കാൻ സിറ്റിയെ ഒരു പരമാധികാര രാഷ്ട്രമായി ഇറ്റലി അംഗീകരിച്ചു. ലോകത്തിലെ ഏറ്റവും ചെറിയ ഈ രാജ്യത്തിന് സ്വന്തമായി പോലീസും തപാൽ സംവിധാനവും റെയിൽവേ സ്റ്റേഷനും നയതന്ത്ര ബന്ധങ്ങളും സ്ഥാപിക്കാൻ അവകാശം ലഭിച്ചു. ഇതിനു പകരമായി വത്തിക്കാൻ ഇറ്റാലിയൻ രാജ്യത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചു. ഇതോടെ റോമൻ പ്രശ്നം അവസാനിച്ചു. രണ്ടാമതായി, 1870 നഷ്ടപ്പെട്ട സ്വത്തുക്കൾക്ക് പകരമായി ഇറ്റാലിയൻ സർക്കാർ വത്തിക്കാന് ഭീമമായ ഒരു തുക നഷ്ടപരിഹാരമായി നൽകി. മൂന്നാമതായി, ഒരു കോൺകോർഡാറ്റ് ഒപ്പുവെച്ചു. ഇതനുസരിച്ച് കത്തോലിക്കാ മതം ഇറ്റലിയുടെ ഔദ്യോഗിക സംസ്ഥാന മതമായി പ്രഖ്യാപിക്കപ്പെട്ടു. സ്കൂളുകളിൽ മതപഠനം നിർബന്ധമാക്കി. പള്ളിയുടെ വിവാഹ നിയമങ്ങൾക്ക് സിവിൽ നിയമത്തിന്റെ അതേ അംഗീകാരം നൽകി. പുരോഹിതന്മാരെ സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കി. ലാറ്ററൻ ഉടമ്പടി മുസോളിനിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായിരുന്നു. ഒറ്റയടിക്ക് അവൻ ഇറ്റലിയിലെ കോടിക്കണക്കിന് കത്തോലിക്കരുടെ പിന്തുണ നേടി. അന്താരാഷ്ട്ര തലത്തിൽ അവന്റെ പ്രതിച്ഛായ വർദ്ധിച്ചു. ദൈവം ഇറ്റലിക്ക് നൽകിയ മനുഷ്യൻ എന്ന് പോപ്പ് പയസ് 11 മുസോളിനിയെ വിശേഷിപ്പിച്ചു. എന്നാൽ ഈ സന്ധിക്ക് പിന്നിൽ ചില ഒളിയമ്പുകളുണ്ടായിരുന്നു. സഭയെ പൂർണ്ണമായും തന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ മുസോളിനിക്ക് കഴിഞ്ഞില്ല. ഫാഷിസ്റ്റ് യുവജന സംഘടനകൾക്കെതിരെയും ഭരണകൂടത്തിന്റെ അമിതമായ ഇടപെടലുകൾക്കെതിരെയും സഭ പലപ്പോഴും പരോക്ഷമായി ശബ്ദമുയർത്തി. രാഷ്ട്രത്തിന്റെ കാര്യങ്ങളിൽ സഭയും സഭയുടെ കാര്യങ്ങളിൽ രാഷ്ട്രവും ഇടപെടരുത് എന്ന് പറയുമ്പോഴും ഇറ്റാലിയൻ ജനതയുടെ ആത്മാവിന്മേലുള്ള അധികാരത്തിനായി ഫാഷിസവും കത്തോലിക്കാ സഭയും തമ്മിലുള്ള ഒരു നിശബ്ദ വടംവലി എപ്പോഴും നിലനിന്നിരുന്നു.